16 വർഷമായിട്ട് ഭർത്താവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന സ്ത്രീയുടെ ഔട്ട് ഹൗസിലേക്കാണെങ്കിൽ ഭർത്താവ് ഒരു ചുള്ളം പയ്യനെ വിളിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ അവൾക്കാണെങ്കിൽ അവനോട് ഇഷ്ടമൊക്കെ ആയി വരുമ്പോഴത്തേക്കിനുമാണ് അവളുടെ പഠിക്കാൻ പോയ മകൾ തിരിച്ചു വന്നിട്ട് അവൾക്കും ഇതുപോലെ തന്നെ അവനോട് ഇഷ്ടം തോന്നി തുടങ്ങുന്നത്. പിന്നീട് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? അങ്ങനെ നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 2015 റിലീസ് ചെയ്ത അപ്പവും വിഞ്ഞു എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ സിനിമകൾ നമ്മളെ കാണിക്കുന്നത് ഫ്രെഡി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു മ്യൂസീഷ്യനായിരുന്നു. ഇവൻ ഇത്രയും കാലം ഗോവയിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കേരളത്തിലേക്ക് വന്നായിരുന്നു. അങ്ങനെ ഇവൻ ആദ്യം തന്നെ ഒരു ബാറിലേക്ക് പോകും. അവിടെ വെച്ചാണ് ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ 50 വയസ്സുള്ള ഒരാളെ ഇവൻ മീറ്റ് ചെയ്യുന്നത്. അവർ രണ്ടുപേരും കമ്പനി ആയ ശേഷം ശരിക്കും വരുന്ന വെള്ളമടിക്കും. ഫെർണാണ്ടസ് ആണെങ്കിൽ ഒരുപാട് വെള്ളമടിച്ച് പൂസായിട്ട് കിറങ്ങി അങ്ങ് വീഴും. പിന്നീട് ഫ്രെഡിക്കാണെങ്കിൽ ഇവനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ മനസ്സ് വരാത്തതുകൊണ്ട് അവനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വിടാന്നോർത്ത് പതിയെ കാറിലേക്ക് കയറ്റിയ ശേഷം വഴി കൂടെ ചോദിച്ച് ഒരുവിധം ഫെർണാണ്ടസിൻ്റെ വീട്ടിലെത്തും. അവിടെ ചെന്ന് ഇവന് കഥകി മുട്ടുമ്പോഴത്തേക്കിനുമാണ് മെർലിൻ എന്ന് പറഞ്ഞൊരു സുന്ദരിയായിട്ടുള്ള സ്ത്രീ വന്ന കഥ തുറക്കുന്നത്. അതായിരുന്നു ഫെർണാണ്ടസിൻ്റെ ഭാര്യ. അങ്ങനെ ഇവനാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് കള്ളു പിടിച്ച് ബോധം കിടക്കുകയെന്ന് പറഞ്ഞ് പതിയെ ഫെർണാണ്ടസിനെയും കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയ ശേഷം തിരിച്ച് ഇവനുമാണെങ്കിൽ ആടി ഇറങ്ങി വരും. മെർലിനാണെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. അവൾ ദേഷ്യത്തോട് പോയി അങ്ങ് കഥ അടയ്ക്കും. പിറ്റേ ദിവസം ഫ്രെഡി ആണെങ്കിൽ ഫെർണാണ്ടസിൻ്റെ അടുത്ത് മാറി നിൽക്കാൻ വേണ്ടി നോക്കും. പക്ഷേ ഫെർണാണ്ടസ് ആണെങ്കിൽ വീണ്ടും വന്ന് കമ്പനിയാവും. എന്നിട്ട് പറയുന്നത് മാറി നിൽക്കുന്നത് നമുക്ക് ഒന്ന് കൂടിയാലോ എന്നൊക്കെ ചോദിക്കും. അന്നേരമാണ് ഫ്രെഡി പറയുന്നത് വേണ്ട, തലേദിവസമാണെങ്കിൽ ഇവൻ്റെ ഭാര്യ ദേഷ്യത്തോടു കൂടി ഇറക്കി വിട്ടെന്ന്. അന്നേരം ഫെർണാണ്ടസ് പറയും അവന് ഭാര്യയോ, അവനെ ഒറ്റയ്ക്കല്ല താമസിക്കുന്നതെന്ന്. അതോടുകൂടി ഫ്രെഡി കൺഫ്യൂഷനിലാവും. അപ്പോൾ പിന്നെ ഇന്നലെ രാത്രി കണ്ട ആരെയാൻ ചോദിക്കും. ഉടനെ ഫെർണാണ്ടസ് പറയും അങ്ങനെയാണെങ്കിൽ നീ ഇപ്പോൾ വീട്ടിൽ വന്ന് നോക്കെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ നേരെ ഫെർണാണ്ടസിൻ്റെ വീട്ടിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഫ്രെഡി ഞെട്ടിപ്പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈറ്റൊന്നും ഇല്ലാതെ ഒരു പ്രത്യേക അവസ്ഥ വീട് കിടക്കുമായിരുന്നു. ലൈറ്റ് ഉണക്കുമ്പോൾ മെർലിൻ നിൽക്കുന്നത്. പെട്ടെന്നാണ് ഫ്രെഡി ആണെങ്കിൽ ഞെട്ടിയിട്ട് അവിടെ കിടന്ന് കാറിനകത്ത്. ഉടനെയാണെങ്കിൽ ഫെർണാണ്ടസ് മാറി കിടന്ന് ജീവിക്കും. എന്നിട്ട് പറയും ഇതിൻ്റെ ഭാര്യയായിട്ടുള്ള മെർലിൻ തന്നെയാണ് ഇവനെ ചുമ്മാ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാന്നും. അത് കഴിഞ്ഞ് ഫ്രെഡി ആണെങ്കിൽ ഫെർണാണ്ടസിനെ കൊണ്ട് കിടത്തിയ ശേഷം അവിടുന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് പോകും. പിറ്റേന്ന് ഫ്രെഡി ആണെങ്കിൽ ദൂരെ ഒരു ലോഡ്ജിലായിട്ട് റൂമൊക്കെ എടുത്തിരിക്കുമല്ലോ. അന്നേരമാണ് ഫെർണാണ്ടസ് തേടി കണ്ടുപിടിച്ച് ഇവൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഇവനോട് ചോദിക്കും ഇവനൊരു മ്യൂസീഷ്യൻ അല്ലേ, ഇവനാണെങ്കിൽ കുറേ കാലമായിട്ട് ഒരു ബാൻഡ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അടുത്ത ദിവസം തന്നെ ഒരു സൊസൈറ്റിയുടെ മീറ്റിംഗ് ഉണ്ട്, അതിനുവേണ്ടി ഇവൻ തുടങ്ങിയ ബാൻഡാന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ പാട്ട് പാടാൻ വേണ്ടി വരുന്നതെന്ന് ചോദിക്കും. ഫ്രെഡിക്ക് വീഡിയോയിൽ ഇഷ്ടപ്പെടും. ഫ്രെഡി ആണെങ്കിൽ ഇതിന് സമ്മതിക്കും. അങ്ങനെ പിറ്റേ ദിവസം ഇവരുടെ സൊസൈറ്റിയുടെ പരിപാടിയിൽ ഫ്രെഡി വന്ന് പാടിക്കൊണ്ടിരിക്കും. ഈ പരിപാടിയിലാണെങ്കിൽ മെർലിനും ഫെർണാണ്ടസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മെർലിനാണെങ്കിൽ ഈ പരിപാടിയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ആ കാരണം അറിയാൻ വേണ്ടി അവളാണെങ്കിൽ പിറ്റേ ദിവസം ഒരു ഡോക്ടറെ കാണാൻ പോകും. അവിടെ ചെല്ലുമ്പോഴത്തേക്കിനുമാണ് ഡോക്ടർ പറയുന്നത് എല്ലാ പെണ്ണുങ്ങൾക്കും വരുന്ന പോലെ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കിനും പീരീഡ്സ് നിൽക്കാൻ പോകുന്നതിൻ്റെതായിട്ടുള്ള മാനസിക സംഘർഷം ഇതെന്നൊക്കെ പറയും. അത് കഴിഞ്ഞാണ് മെർലിനോട് ചോദിക്കുന്നത് ഭർത്താവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്. അന്നേരം മെർലിൻ പറയും 16 വർഷമായിട്ട് അവർ ബന്ധപ്പെട്ടിട്ടില്ല, മര്യാദയ്ക്കൊന്ന് തൊട്ട് മിണ്ടിയിട്ട് പോലും ഇല്ലെന്ന് പറയും. ഇതേക്കുന്ന ഡോക്ടറാണെങ്കിൽ ഞെട്ടിപ്പോവും. അപ്പോഴത്തേക്കും ഡോക്ടർ പറയും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും മാനസിക സംഘർഷം അനുഭവിക്കുന്നത്. പിറ്റേ ദിവസം ഫെർണാണ്ടസ് ആണെങ്കിൽ ഫ്രെഡീനെ കൊണ്ട് ഔട്ട് ഹൗസിലേക്ക് വന്നിട്ട് അവനോട് പറയും ഈ തൊട്ട് ഇവിടെ താമസിച്ചോ, നമുക്കിനി ആഘോഷിച്ചൊക്കെ ജീവിക്കാമെന്ന്. മെർലിനാണെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. എങ്ങാണ്ടൊന്നും ഒരു അപരിചിതനെ കൊണ്ടുവന്ന് ഇങ്ങനെ താമസിപ്പിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ മെർലിൻ ചെന്ന് ഫ്രെഡിക്ക് വാണിംഗ് കൊടുക്കുമ്പോൾ ഇവിടെ കിടന്ന് വെള്ളമടിക്കുകയോ എന്തെങ്കിലും ലഹരിയോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഔട്ട് ഹൗസിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ്. പിറ്റേന്ന് ഫെർണാണ്ടസ് ആണെങ്കിൽ ഫ്രെഡിക്ക് വേണ്ടി ഒരു പിയാനോ ഒക്കെ ആയിട്ട് വരും. അവനാണെങ്കിൽ അവൻ്റെ ഭാര്യയോട് പോയിട്ട് ഇത്ര സ്നേഹം കാണിച്ചിട്ടില്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് മെർലിൻ ഇല്ലാത്തൊരു സമയം നോക്കി ഇവർ രണ്ടുപേരും കൂടെ ഫുഡ് അടിക്കുകയും വെള്ളം അടിക്കുകയൊക്കെ ചെയ്യും. അതിൻ്റെ ഇടയിലാണ് ഫ്രെഡി ആണെങ്കിൽ പൂസായിട്ട് നേരെ എന്ന് മെർലിൻ്റെ റൂമിൽ കയറി കിടക്കുന്നത്. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും മെർലിനാണെങ്കിൽ അങ്ങോട്ട് വന്ന് ഇത് കണ്ട് കഴിയുമ്പോഴത്തേക്കും അവർ തമ്മിൽ വലിയൊരു ഉടക്കാവും. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കാണ് മെർലിനാണെങ്കിൽ അവൻ കിടന്ന ആ ബെഡ്ഷീറ്റ് എല്ലാം കൊണ്ടുവന്ന് വെളിയിലിട്ട് കത്തിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ഇതിൻ്റെയൊക്കെ പേര് പറഞ്ഞ് അവർ ഭാര്യ ഭർത്താവ് തമ്മിൽ ചെറിയ അടിപിടിയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഫെർണാണ്ടസ് ആണെങ്കിൽ മെർലിനെ വീടിൻ്റെ അത് പൂട്ടിയിട്ട ശേഷം ഫ്രെഡിയോട് നിന്നിട്ട് ഒരു സർപ്രൈസുമായിട്ട് തിരിച്ച് വന്നേക്കാമെന്ന് പറഞ്ഞ് കാറും എടുത്തങ്ങ് പോകും. ഫ്രെഡി നോക്കുമ്പോഴത്തേക്കും മെർലിൻ്റെ ഒച്ച വെക്കുന്ന ശബ്ദം കേട്ടിട്ട് ഓടിപ്പോയി കഥ. മെർലിൻ ആദ്യമൊക്കെ ഒന്ന് ഷോക്കായെങ്കിലും പിന്നീടാണെങ്കിൽ ഫ്രെഡിയോട് ഒരു സ്ഥലം വരെ കൊണ്ടുവിടാൻ ചോദിക്കും. ഫ്രെഡി ആണെങ്കിൽ വണ്ടി എടുത്ത് പോകുമ്പോഴത്തേക്കിനുമാണ് അവൾ പറയുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഇവൻ ഉടനെ തൽക്കാലം വണ്ടി വേറൊരു ഡയറക്ഷനിലേക്ക് കൊണ്ടുവിട്ട് കാര്യം ചോദിക്കും. അന്നേരമാണ് ഇവളാണെങ്കിൽ ഇവളുടെ കഥ പറയുന്നത്. ഇവൾ പറയും 16 വർഷമായി ഭർത്താവായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിട്ട് അവനാണെങ്കിൽ ഭയങ്കര ക്രൂരനാണെന്നും അതുപോലെ തന്നെ ഇവളെ ഇപ്പോൾ കൊല്ലാൻ വരെ നോക്കുന്നുണ്ടെന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്ന ഫ്രെഡി ആണെങ്കിൽ ഒരു പാവം തോന്നിയിട്ട് അവളെ ആശ്വസിപ്പിക്കും. ഇവളുടെ ഭർത്താവ് ശരിക്കും ഒരു പാവമാണ്, ഇവൻ ഒരുപാട് സംസാരിച്ചിട്ടൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് തൽക്കാലമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും. അങ്ങനെ കുറേ ആശ്വാസ വാക്ക് കേൾക്കുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ തൽക്കാലം വണ്ടി കയറിയിട്ട് ഇവനോട് പള്ളിയിലേക്ക് പോകാൻ പറയും. അങ്ങനെ ഇവനാണെങ്കിൽ പള്ളിയിലേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് ഇവരാണെങ്കിൽ ഒരുമിച്ച് ചായയൊക്കെ കുടിക്കും. പിന്നീട് ഭർത്താവ് വരാൻ 2 ദിവസം താമസം ഉണ്ടായിരുന്നു. ആ 2 ദിവസം ഇവർ രണ്ടുപേരും നല്ലപോലെ കമ്പനിയൊക്കെ ആയിട്ട് ഇവൾക്കാണെങ്കിൽ ഇവനോട് പറ്റി ഒരു കാര്യം ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങും. കാരണം ഇവൻ്റെ കൂട്ടത്തിൽ ജീവിക്കുവാണെങ്കിൽ എന്ന് സന്തോഷം കിട്ടുമെന്നൊക്കെ ഒരു തോന്നൽ തോന്നി തുടങ്ങും. പക്ഷേ പിറ്റേ ദിവസം രാവിലെ തന്നെ ഫെർണാണ്ടസ് ആണെങ്കിൽ തിരിച്ച് വരും. അതും അവൻ ഒറ്റയ്ക്കല്ലായിരുന്നു വന്നത്. മെർലിനെ ഫെർണാണ്ടസിനെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏക മകളുമായിട്ടായിരുന്നു വന്നത്. അവൾ വന്ന ഉടനെ തന്നെ ഫ്രെഡിനെ പരിചയപ്പെടുക, അവർ തമ്മിൽ കമ്പനിയാവുകയും ചെയ്യും. പിന്നീട് ഇവർ തമ്മിലായിരുന്നു ഔട്ടിങ്ങിന് പോകും കാര്യങ്ങളുമൊക്കെ. ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും മെർലിനാണെങ്കിൽ ഒരു ഈഗോ അടിച്ചു തുടങ്ങും. അന്ന് രാത്രി ക്ലബ്ബ് വെച്ച് ഫ്രെഡി ആണെങ്കിൽ ഒരു പാട്ടൊക്കെ പാടും. ഇത്രയും കാലം പാട്ടിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ഇരുന്ന മെർലിനാണെങ്കിൽ ഈ പാട്ട് ഇഷ്ടപ്പെടും. മെർലിൻ മാത്രമല്ലായിരുന്നു, മെർലിൻ്റെ മകളും ശരിക്കും ആ പാട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. തിരിച്ച് കാറ് വരുമ്പോഴത്തേക്കിനും മെർലിൻ്റെ മകൾ പറയും അവളാണെങ്കിൽ വിവാഹം കഴിക്കുവാണെങ്കിൽ തന്നെ ഇവനെപ്പോലെ ഒരു സിംഗറിനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമെന്ന്. ഇതൊക്കെ മെർലിൻ കേട്ടോണ്ടിരിപ്പുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ പതിയെ അസൂയൊക്കെ തോന്നി തുടങ്ങുന്നതുകൊണ്ടായിരുന്നു.
പിറ്റേ ദിവസം ഫെർണാണ്ടസ് ആണെങ്കിൽ മകളുടെയും ഫ്രെഡിയുടെയും മുമ്പ് വെച്ച് വേണമെങ്കിൽ അവൻ്റെ മകളെ വിവാഹം കഴിക്കുന്നതെന്നൊക്കെ നൈസായിട്ട് ചോദിക്കും. പക്ഷേ ഫ്രെഡി ആണെങ്കിൽ എടുത്ത വഴിക്ക് താല്പര്യമില്ലെന്ന് പറയും. ഇത് കാണുമ്പോഴേക്കും ആ പെണ്ണാണെങ്കിൽ അങ്ങ് പിണങ്ങിപ്പോവും. അന്നേരമാണ് ഫെർണാണ്ടസ് ചോദിക്കുന്നത് അതിനെ പറ്റി അങ്ങനെ പറഞ്ഞത്, നിനക്ക് വേറെ ഏതെങ്കിലും പെണ്ണിന് ഇഷ്ടമാണോ, അതോ നിൻ്റെ ഏതെങ്കിലും എക്സുമായിട്ട് ഇപ്പോഴും ഫിസിക്കലായിട്ടുള്ള കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ. പക്ഷേ ഫ്രെഡി ആണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയും. പിറ്റേ ദിവസം ഫെർണാണ്ടസിൻ്റെ മകളാണെങ്കിൽ തിരിച്ച് കോളേജിലേക്ക് പോകും. മെർലിനാണെങ്കിൽ അത് കണ്ടിട്ട് ശരിക്കും സന്തോഷവും. അവളാണെങ്കിൽ ഫ്രെഡിനെ വിളിച്ചിട്ട് തൽക്കാലം വെളിയിലേക്ക് ഒന്ന് കറങ്ങാൻ പോകാമെന്ന് പറയും. ഇതേ സമയത്ത് തന്നെയാണ് ഫെർണാണ്ടസ് വന്ന് ഫ്രെഡിയോട് കാട്ടി വേട്ടയ്ക്ക് പോകാൻ വേണ്ടി അവനെ വിളിക്കുന്നത്. പക്ഷേ അവനാണെങ്കിൽ എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടും. പിന്നീട് ഫെർണാണ്ടസ് അങ്ങ് പോയിക്കുമ്പോഴത്തേക്കിന് ഫ്രെഡി ആണെങ്കിൽ മെർലിനെ വിളിച്ചിട്ട് കറങ്ങാൻ വേണ്ടി പോകുന്ന വഴിക്കാണ് ഫെർണാണ്ടസിൻ്റെ വണ്ടിയാണെങ്കിൽ വഴി ബ്ലോക്കായി കിടക്കുന്നത് കാണുന്നത്. ഇവരൊന്ന് പതറി നിൽക്കും. പക്ഷെ പെട്ടെന്ന് അതുവഴി വരുന്ന ഒരു ചെറിയ ആപ്പേ കയറി ഫെർണാണ്ടസ് അങ്ങ് ലിഫ്റ്റ് അടിച്ച് പോകും. പിന്നീട് കുറേ നേരം രണ്ടുപേരും കറങ്ങിയ ശേഷം അന്ന് വൈകുന്നേരം ക്ലബ്ബ് വെച്ച് ഫെർണാണ്ടസും ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ച് ഫ്രെഡി ആണെങ്കിൽ അവൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകാമെന്ന് പറഞ്ഞ് നേരെ മെർലിൻ്റെ അടുത്തേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ സാധാരണ ഇവനാണെങ്കിൽ അവളെ മേഡോ നേരം വിളിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ മെർലിൻ പറയും ഇനി മേഡോന്ന് വിളിക്കേണ്ട, പേര് വിളിച്ചാൽ മതിയെന്ന്. പക്ഷേ പിന്നീട് രണ്ടുപേർക്ക് ഭയങ്കര ടെൻഷനൊക്കെ അടിച്ചു തുടങ്ങും ഇത് വേണോ വേണ്ടിയോ എന്നൊക്കെയുള്ള കാര്യത്തിൽ. അങ്ങനെ ഫ്രെഡി ആണെങ്കിൽ പതിയെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി തുടങ്ങും. അവൻ എന്തൊക്കെയോ ഫെർണാണ്ടസിനെ ചതിക്കാൻ ഒരു മനസ്സില്ലായിരുന്നു. പിന്നീട് ഇവനാണെങ്കിൽ ഫെർണാണ്ടസിനോട് എന്ന് പറയും ഇന്ന് രാത്രി ഒരു പാട്ടും കൂടെ പാടിയിട്ട് അവനാണെങ്കിൽ ഈ നാട്ടിൽ നിന്ന് പോവാന്ന്. ഇതാണെങ്കിൽ മെർലിന് പറയും. അവൾ ശരിക്കും വിഷമിച്ചിരിക്കും. അങ്ങനെ അന്ന് രാത്രി പാട്ടൊക്കെ പാടിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ ബാറിലേക്ക് പോയിട്ട് വെള്ളം അടിക്കാൻ വേണ്ടി തുടങ്ങും. അന്നേരമാണ് ഫെർണാണ്ടസ് ഇവനോട് അവന് വലിയൊരു സത്യം പറയാനുണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് മെർലിൻ്റെ കോൾ ഇവന് വരും. അങ്ങനെ മെർലിനാണെങ്കിൽ ഫ്രെഡിയോട് പറയും അവസാനമായിട്ട് ഒരു നിമിഷം കൂടെ കാണാൻ പറ്റുമെന്ന്. അങ്ങനെ ഫ്രെഡി വീണ്ടും കള്ളം പറഞ്ഞിട്ട് നേരെ മെർലിനെ കാണാൻ വേണ്ടി പോകും. അവിടെ ചെല്ലുമ്പോൾ മെർലിനാണെങ്കിൽ പെട്ടെന്ന് ചാടിക്കയറി ഇവനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും അവളെ ഇട്ടിട്ട് പോകില്ല, 16 വർഷം കൂടി ആകെ ഇവൾക്ക് സന്തോഷം കിട്ടി ഇവനെ കണ്ടപ്പോഴാണ്. പിന്നീട് അവർ തമ്മിൽ ബന്ധപ്പെടും. അതെല്ലാം കഴിഞ്ഞ് മെർലിൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഭർത്താവ് മുന്നിൽ നിൽക്കുന്ന പോലെ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ സേഫ്റ്റിക്ക് വെച്ചേക്കുന്ന കണ്ണെടുത്ത് കൈ വെക്കും. പിന്നീട് മെർലിൻ ഫ്രെഡിയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കിനുമാണ് അവൻ ചോദിക്കുന്നത് പീറ്റർ ജോർജിൻ്റെ ഓർമ്മകളൊക്കെ അവളുടെ ഉള്ളിൽ നിന്ന് പോകുന്നത്. ഇത് കേട്ട് മെർലിൻ ആണെങ്കിൽ ഞെട്ടി നിൽക്കുമ്പോഴത്തേക്കിനുമാണ് നമ്മളെ വലിയൊരു ട്വിസ്റ്റ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീറ്റർ ജോർജ് എന്ന് പറയുന്നത് മെർലിൻ്റെ പഴയ സ്ലോവറായിരുന്നു. ഇവളാണെങ്കിൽ പിന്നീട് ഫെർണാണ്ടസിനെ കെട്ടിക്കഴിഞ്ഞു അവനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടേയിരുന്നു. ഇതുകൊണ്ട് രണ്ട് കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പീറ്റർ ജോർജിൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ തൻ്റെ ഭാര്യനെ കൊന്നിട്ട് അത് സൂയിസൈഡാക്കി മാറ്റും. അങ്ങനെ മറ്റൊരു സ്ത്രീ കാരണം സ്വന്തം അവൻ മരിക്കുന്നത് കാണേണ്ടി വന്നതിന് പകരം വീട്ടാൻ വേണ്ടി വന്ന പീറ്റർ ജോർജിൻ്റെ മകനാണ് ഇവനെന്ന് പറയും. ഇതെല്ലാം കൂടി ഷോക്കായത് മെർലിനാണെങ്കിൽ ഇവനോട് പറയും ഇവൻ്റെ അച്ഛനും മെർലിനും തമ്മിൽ പണ്ട് റിലേഷൻ ഉണ്ടായിരുന്നുള്ള സത്യമാണ്. പക്ഷേ കല്യാണശേഷമാണെങ്കിൽ ഒരിക്കൽ പോലും അവർ തമ്മിൽ ബന്ധപ്പെടാനോ അങ്ങനെ ഒരു ലെവലിലേക്ക് റിലേഷൻഷിപ്പ് ഒന്നും പോയിട്ടില്ലെന്ന്. ഇവനാണെങ്കിൽ മാക്സിമം അവനെ ഒഴിവാക്കാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അവനാണെങ്കിൽ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുത്ത് സ്വന്തം ഭാര്യയെ കൊല്ലുന്നൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന്. ഇതൊക്കെ ഇവളുടെ ഭർത്താവ് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കും ഇവളുടെ എക്സ് ലവറുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ള തെറ്റിദ്ധാരണയിൽ ഇവളെ കൊല്ലാൻ നോക്കിയെന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ടിട്ട് അവനാണെങ്കിൽ ഒന്നും മിണ്ടാ നിൽക്കും. അന്നേരമാണ് ഇവൾ പറയുന്നത് ഇവൾക്ക് ആരെ വിശ്വസിക്കണമെന്ന് അറിയത്തില്ല. ഒരിക്കൽ ഇവളുടെ എക്സ് ആണെങ്കിൽ ഇവളെ ചതിച്ചു, രണ്ടാമത് അവളുടെ ഭർത്താവും അവളെ കൊല്ലാൻ നോക്കി ചതിച്ചു, ഇപ്പോൾ ഇവനും പകരം വീട്ടാനായിട്ട് വന്ന് ചതിച്ചു. അതുകൊണ്ട് ഇനി ആരെയും വിശ്വാസമില്ലെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവളുടെ കയ്യിലിരിക്കുന്ന കണ്ണെടുത്ത് സ്വയം വെടിവെച്ച് മതി. പിന്നീട് ഈ വീട്ടിൽ നിന്ന് പ്രശ്നം വന്ന് പിടി കിട്ടിയ ഫ്രെഡി ആണെങ്കിൽ നേരെ ഫെർണാണ്ടസിനോട് യാത്ര പറയാൻ വേണ്ടി ക്ലബ്ബിലേക്ക് ചെല്ലും. ഇവൻ്റെ യഥാർത്ഥ പേര് ജൂഡ് എന്നായിരുന്നു. അവിടെ ചെന്ന് ഫെർണാണ്ടസിനോട് യാത്ര പറയാൻ നേരത്താണ് ഫെർണാണ്ടസ് ഇവനോട് ചോദിക്കുന്നത് എന്താ ജൂഡ് എല്ലാം ശരിയായോ എന്ന്. ഇത് കേൾക്കുന്ന ജൂഡാണെങ്കിൽ അവനോട് ചോദിക്കും ഇവൻ്റെ യഥാർത്ഥ പേരെങ്ങനെ അറിയാമെന്ന്. അന്നേരമാണ് അവൻ പറയുന്നത് അവനാണെങ്കിൽ അവൻ്റെ ഭാര്യയ്ക്ക് പീറ്റർ ജോർജ് എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് അവിഹിതമുള്ളതിനെ പറ്റി ന്യൂസ് കിട്ടിയായിരുന്നു. അങ്ങനെ ഇവനാണെങ്കിൽ പീറ്റർ ജോർജിനെ അന്വേഷിച്ചിറങ്ങിയെന്നും അതുപോലെ തന്നെ 5-6 വർഷം മുമ്പ് ഇവൻ്റെ അച്ഛൻ ആക്സിഡൻറ്റ് മരിച്ചതല്ല, ഇവൻ ശരിക്കും കാർ ആക്സിഡൻറ്റ് ഉണ്ടാക്കി കൊന്നായിരുന്നെന്ന് പറയും. പക്ഷേ പിന്നീട് അവൻ്റെ സ്വന്തം ഭാര്യയെ കൊല്ലാനുള്ള ധൈര്യമൊന്നും ഇല്ലായിരുന്നെന്ന് പറയും. അതുകൊണ്ടാണ് അവനാണെങ്കിൽ വീണ്ടും പീറ്റർ ജോർജിനെ പറ്റി അന്വേഷിച്ചതും അതിനുശേഷം പീറ്റർ ജോർജിന് ഇങ്ങനെ ഒരു മകനുണ്ടെന്നും അവനാണെങ്കിൽ പീറ്റർ ജോർജിൻ്റെ കാമുകിയുടെ പകയുണ്ടെന്ന് പറഞ്ഞതെന്നും അങ്ങനെ ഇവൻ തന്നെയാണ് പ്ലാൻ ചെയ്ത് ജൂഡിനെ ഇവിടം വരെ എത്തിച്ചെന്ന് പറയും. ഇത് കേൾക്കുന്ന ജൂഡ് അവനോട് ചോദിക്കും ഇവൻ്റെ അച്ഛനെ പ്ലാൻ ചെയ്ത് കൊല്ലാൻ പറ്റിയ ഫെർണാണ്ടസിന് എന്തുകൊണ്ട് സ്വന്തം ഭാര്യനെ കൊല്ലാൻ പറ്റാത്തതെന്ന്, ഇപ്പോഴും അവളോടുള്ളിൽ ഇഷ്ടം ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ എന്ന്. അങ്ങനെ ഫെർണാണ്ടസ് പറയും ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും കാരണമെന്ന് പറഞ്ഞിട്ട് ജൂഡിനെ ആണെങ്കിൽ തിരിച്ച് ഗോവയിലേക്ക് അയച്ചു വിടുമ്പോഴത്തേക്കിനും ഈ സിനിമ അവിടെ അവസാനിക്കും.